റിവ്യൂ നേരത്തെ ചെയ്തു. നമുക്ക് വീണ്ടും ഒരു റിയാക്ഷനും കൂടി ചെയ്യാൻ. സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ. നാൻവൺസ് കുഞ്ഞുകുട്ടൻ, ഗിന്നസ് ബക്രു നായകനാകുന്ന ഏറ്റവും പുതിയൊരു ചിത്രം. ഈ ഒരു സിനിമയെക്കുറിച്ച് ഈ ട്രെയിലർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ കഥയാണോ? അല്ല, കുഞ്ഞുട്ടന്റെ. കുഞ്ഞിക്കുട്ടിയോ കുഞ്ഞുട്ടൻ? അച്ചൂടാ, ഒരു വലിയ കുഞ്ഞുകുട്ടി. ഇത് നമ്മുടെ മോൻ 916 തനി തങ്കം. അച്ഛനൊത്ത മകൻ തന്നെ, നല്ല ഉശിരുള്ള ആൺകുട്ടി. യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിവുള്ള പെൺപിള്ളാരും ഈ നാട്ടിലുണ്ടെന്ന് ശില്പയ്ക്കിപ്പം മനസ്സിലായില്ലേ? എന്താണ് മൊത്തത്തില് റൊമാൻറ്റിക് മൂഡാണല്ലോ. സിദ്ധാർത്ഥേട്ടന് എന്നെ ഇഷ്ടായോ? ഈ പെണ്ണിനാണ് കേട്ടാ മോള്. എങ്ങനെയുണ്ട്? മല്ലന്മാര് പെണ്ണുങ്ങളെ നോക്കാറില്ല. എന്താ നോക്കിയാ കണ്ണടിച്ചു പോവോ? സിദ്ധാർത്ഥ് അല്ലെങ്കിൽ 916 അങ്ങനൊരു പേരുണ്ടായിരുന്നു. I'm not going to leave. പിന്നെന്തിനാടി നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത്? ആരാണെങ്കിലും അമ്മാര് കളിക്കട്ടെ രുദ്ര. ഇത്രയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് ഡയറക്ടർ ആര്യൻ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റൊരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ചിറകൊടിഞ്ഞു പോകുന്ന ഒരു ഫൺ സിനിമയാണ് നമുക്ക് കാണാൻ പറ്റും. നാൻവൺസ് കുട്ടൻ, കുഞ്ഞുകുട്ടൻ. കിപ്പിടിയൊന്നും ഒന്നുമില്ല. നാൻവൺസ് കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഡയന ഹമീദ്, നിയ വർഗീസ്, ഷാജു നോബി, ഡയറക്ടർ ആര്യൻ വിജയ്, ക്രിയേറ്റീവ് ഡയറക്ടർ രാജുമൽ രാജൻ, പ്രൊഡ്യൂസർ മോസ് ടാർബോ. ഒരുപാട് കോണ്ടന്റ് ഇതിലുണ്ട് എന്നതാണ്. ഗിന്നസ് ബക്രുവാണ് മെയിൻ നായകൻ എന്ന് നമുക്കറിയാം. ഡയന ഹമീദ് പ്രധാന വേഷത്തിൽ വരുന്നു. കുറേ താരങ്ങളും കുറേ നടികളും ഒരുപാട് ഗാങ് വെല്ലുവിളിയൊക്കെ ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. ഇമോഷന് എല്ലാം പ്രാധാന്യം, ഒരു ഫണ്ണായിട്ട് തന്നെ കൂട്ടാവുന്ന എലമെൻസൊക്കെ ഈ സിനിമയിൽ. നാൻവൺസ് മൂവി എന്ന് പറയുന്ന കുഞ്ഞുകുട്ടൻ ഒരു വണ്ടർഫുൾ സിനിമ ആകട്ടെ ഇത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വിശദമായ കാര്യങ്ങളൊന്നും ഇതിലില്ല. നല്ലൊരു സിനിമയാവട്ടെ. ഗിന്നസ് ബക്രുവിൻ്റെ നീണ്ട കാലയത്തിന് ഇടവേളകൾക്ക് ശേഷം അദ്ദേഹം നല്ലൊരു ക്യാരക്ടറായി വന്നാൽ നമുക്കത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളിലേക്ക് പോകട്ടെ. സിനിമ ഗംഭീരമാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. യെസ്, ബൂസ് ബംസ് പോലെ അത് പൊട്ടി വളരട്ടെ. ടൈറ്റിൽ കഥാപാത്രമൊക്കെ നന്നായിട്ടുണ്ട്, ടൈറ്റിലും നന്നായിട്ടുണ്ട്. എല്ലാം ഒരു നല്ല കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഉള്ള സിനിമയാകണം എന്നതാണ്.
ജെനുവിനായ ക്യാരക്ടർ, ജെനുവിനായ ഒക്കെ ജെനുവിനിറ്റി വേണം. ഓരോ പോപ്പുലാരിറ്റിയും കൂടിയാണ് സിനിമക്ക് അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത്. ഗിന്നസ് ബക്രു അത്ഭുത ദ്വീപ് എന്ന സിനിമയിൽ വളർന്നൊരു നായകനാണ്. ആ സിറ്റുവേഷനിൽ നിന്നും ഒരുപാട് മാറി ഇന്ന് വളരെ വലിയൊരു സിനിമ ചെയ്യാനുള്ള ഒരു മെയിൻ കഥാപാത്ര ചെറിയ മനുഷ്യനാണെങ്കിലും വലിയൊരു ഹൃദയമുള്ള മനുഷ്യനാണ്. യെസ്, ആ ഒരു വലിയൊരു വാല്യൂ ഉള്ള വ്യക്തി തന്നെയാണ് ഗിന്നസ് ബക്രുവിനെ കുറിച്ച് ഞാൻ കണ്ട നായകൻ എന്ന് പറയുമ്പോൾ. യെസ്, അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള എല്ലാ റെക്കോർഡും ഇതിലൂടെ നേടിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ